ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മാംസ് എഡ്യൂട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദി വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറഞ്ഞ ഒരു പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് വില്യം ബട്ട്ലർ യേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റാണ്. ഇദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ നല്ല ഒരു പോമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ പോയത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. ദി വൈൽഡ് സ്വാൻസ്. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? അരയന്നങ്ങളാണ് കേട്ടോ സ്വാൻസ് എന്ന് പറഞ്ഞാൽ. വൈൽഡ് സ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു മെരുങ്ങാത്ത, അതായത് നമ്മൾ പറയില്ലേ, വീട്ടിലൊന്നും ഡൊമസ്റ്റിക്കേറ്റ് വളർത്താത്ത ആനിമൽസാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയും. അപ്പോൾ വൈൽഡ് സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളോടൊന്നും ഇണങ്ങാത്ത അരയന്നങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പാർക്കാണ്. അത് അയർലൻഡിലെ ഒരു പാർക്കാണ് കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂളിലുള്ള അരയന്നങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കൂൾ പാർക്കിലെ അരയന്നങ്ങൾ, ദി വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ് നോക്കാം. ദ ട്രീസ് ആർ ഇൻ ദെയർ ഓട്ടം ബ്യൂട്ടി, ദ വുഡ്ലാൻഡ് പാത്സ് ആർ ഡ്രൈ. അപ്പം എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ അയർലാൻഡിലെ കൂൾ പാർക്കിലെ, ഈ കൂൾ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഏകദേശം ഒരു 1000 ഏക്കറോളം പരന്ന് കിടക്കുന്ന അയർലാൻഡിലുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൽ മരങ്ങളെല്ലാം ഇല പൊഴിയുന്ന കാലത്ത്, അതായത് ഓട്ടം സീസണിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു യെല്ലോയിഷ് കളറിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അണ്ടർ ദ ഒക്ടോബർ ട്വിലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് എ സ്റ്റിൽ സ്കൈ. അതായത് മരങ്ങളെല്ലാം ഇല പൊഴിയുന്ന കാലത്ത് വളരെ ഭംഗിയുള്ള ഒരു യെല്ലോയിഷ് കളറായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഈ മരങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലെല്ലാം എന്താണ്? ഡ്രൈ ആണ്. വുഡ്ലാൻഡ്സ് പാത്സ് ആർ ഡ്രൈ. അതായത് പറഞ്ഞല്ലോ, വഴികളെല്ലാം ഡ്രൈ ആണ്, ഒന്നും വെറ്റല്ല, മഴ പെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈ ആയി നിൽക്കുന്ന സമയത്ത് ഒക്ടോബറിൽ ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യാനേരത്തുള്ള ആ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഒക്ടോബറിൽ സന്ധ്യാ വെളിച്ചത്തിൽ തടാകത്തിൽ ജലത്തിൽ നമുക്ക് എന്ത് കാണുന്നു? ആകാശത്തെ കാണുന്നുണ്ട്. ഒരു കണ്ണാടി പോലെ വെള്ളം നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ കണ്ണാടിയിൽ എന്ത് കാണുന്നുണ്ട്? സ്കൈ കാണുന്നുണ്ട്. അപ്പോൾ ദ ബ്രിമ്മിങ് വാട്ടർ അമംഗ് ദ സ്റ്റോൺസ് ആർ 950 swans. അദ്ദേഹം എന്താ പറയുന്നത്? ജലത്തിൽ നമ്മൾ പറഞ്ഞു ആകാശത്തെ കാണുന്നു, അതേപോലെ തടാകത്തിൽ പാറക്കൂട്ടത്തിലെ ജലത്തിൽ, അതായത് പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിൽ എത്ര അരയന്നങ്ങളെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്? 59 അരയന്നങ്ങളെ കാണാനുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടോ, ദി 19th autumn ഹാസ് കം അപ്പോൺ മീ സിൻസ് ഐ ഫസ്റ്റ് മെയ്ഡ് മൈ കൗണ്ട്. അപ്പോൾ ആദ്യമായിട്ട് 19 വർഷം മുന്നെയാണ് ഞാൻ ഈ അരയന്നങ്ങളെ എണ്ണാൻ തുടങ്ങിയത്. ഐ സോ ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് all suddenly mount and scatter wheeling in great broken rings upon their clamorous wings. അപ്പോൾ എന്താ പറയുന്നത്? 19 വർഷമായിട്ട് കവി ഈ അരയന്നങ്ങളെ എണ്ണാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്രാവശ്യം എണ്ണി തീരുന്നതിന് മുമ്പേ ഇവരെല്ലാം സഡൻലി മൗണ്ട്, പെട്ടെന്ന് ഉയർന്നു പോയി. എന്നിട്ടോ അവർ വട്ടത്തിൽ സ്പ്രെഡ് ചെയ്ത്, ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല, പക്ഷെ ഇവരെല്ലാം പറന്നു പോയിട്ട് ഒരു എന്താ പറയുക, അപൂർണമായിട്ടുള്ള ഒരു വൃത്തമുണ്ടാക്കിയിട്ട് അതിൽ അങ്ങോട്ട് പറന്നു. അതായത് വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട്, ക്ലാമറസ് വിങ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് പറക്കാം. അങ്ങനെ ഇവർ സ്കാറ്റർ ചെയ്തിട്ട് ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് അവർ
വട്ടത്തിൽ പറന്നുപോയി. I have looked upon those brilliant creatures, and now my heart is sore. All's changed since I hearing at twilight. The first time on this shore, the bell beat of their wings above my head, trod with a lighter tread. അതായത് അദ്ദേഹം പറയുന്നത് കുറേ വർഷങ്ങളായി ഇവയെ ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇവയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആദ്യമായിട്ട് ഇവയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു അത് ഓർമ്മ വന്നിരുന്നത്? ശബ്ദം ഒരു മണിനാദം പോലെ അദ്ദേഹം കേട്ടത് ഓർക്കുകയാണ്. കാലം ഒരുപാട് കഴിഞ്ഞു പോയി അല്ലേ? എന്നാൽ ഒരുപാട് ചേഞ്ച് ആർക്ക് വന്നിട്ടുണ്ട്? നമ്മുടെ പോയറ്റിന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്വാൻസ് ഇപ്പോഴും ഭയങ്കര എനർജറ്റിക്കും ഹാപ്പിയൊക്കെ ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ അന്ന് നമ്മുടെ പോയറ്റും അന്ന് ഈ അരയന്നങ്ങളെ കൗണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര യങ്ങായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The unwearied, still hour by hour, they paddle in the cold. Compassionable streams or climb in the air. Their herds have not grown old. Passion or conquest wonder where they will attend upon them still. അപ്പം എന്താ അദ്ദേഹം പറയുന്നത്? ഈ അരയന്നങ്ങൾ ഇപ്പോഴും ഫുൾ ഓഫ് എനർജിയിൽ പ്രണയജോഡികളായിട്ട് ഈ തണുത്ത ജലത്തിൽ നീന്തി കളിക്കുകയാണ് അല്ലേ? പാഡിൽ ഇൻ ദ കോൾഡ്, തണുത്ത ജലത്തിൽ അവർ നീന്തി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആകാശത്ത് പറന്ന് നടക്കുകയാണ്. അവർക്ക് ഒരു ക്ഷീണവുമില്ല. സാഹസികത അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ആവേശത്തോടെ ഗ്രേസ്ഫുള്ളായിട്ട് ഒട്ടും ക്ഷീണമില്ലാണ്ട് ഇവ ഇപ്പോഴും അതേപോലെ എനർജറ്റിക്കായിട്ട് ഇരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. ബട്ട് നൗ ദേ ഡ്രിഫ്റ്റ് ഓൺ ദ സ്റ്റിൽ വാട്ടർ, മിസ്റ്റീരിയസ്, ബ്യൂട്ടിഫുൾ. അമംഗ് വാട്ട് ട്രഷേഴ്സ് വിൽ ദേ ബിൽഡ്? ബൈ വാട്ട് ലേക്സ് എഡ്ജ് ഓർ പൂൾ? ഡിലൈറ്റ് മെൻസ് ഐസ് വെൻ ഐ അവേക്ക് സം ഡേ ടു ഫൈൻഡ് ദേ ഹാവ് ഫ്ലോൺ അവേ. എന്താ കവി പറയുന്നതെന്ന് വെച്ചാൽ, ബട്ട് നൗ ദേ ഡ്രിഫ്റ്റ് ഓൺ ദ സ്റ്റിൽ വാട്ടർ. ഇപ്പോഴും വളരെ ശാന്തമായ നദീതടത്തിൽ വളരെ എന്താ പറയുക, അത്ഭുതത്തോടെ മനോഹരമായിട്ട് ഇവ നീന്തി നടക്കുകയാണ്. ബൈ വാട്ട് ലേക്സ് എഡ്ജ് ഓർ പൂൾ. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, എന്ത് അമംഗ് വാട്ട് റഷസ് വിൽ ദേ ബിൽഡ്? അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, പുല്ലുപോലെയുള്ള ബുഷസ് ഏത് തടാകത്തിലാവും. അതായത് ഇവരിങ്ങനെ തടാകത്തിൽ നീന്തി നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാനപ്പോൾ ഈ പുല്ലുമൊക്കെ വളർന്നിട്ടുള്ള ഈ ബുഷസ്, അതായത് പുല്ലുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബുഷസൊക്കെ എവിടെയുണ്ട്? തടാകത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അവയിൽ എവിടെയാണ് ഇവർ കൂടൊരുക്കുക? അതേപോലെ തന്നെ ഇനി ഇവർ എവിടെയെങ്കിലും അവർ വളരെ സന്തോഷത്തോടെ അവർ പോവുണ്ടാവും. അപ്പോൾ അവിടെ പോകുന്ന സ്ഥലത്തെല്ലാം ഇവർ അവിടെയുള്ള ആളുകൾക്കൊക്കെ സന്തോഷം നൽകില്ലേ? എന്നിട്ട് കവി പറയണേ, ഒരു ദിവസം ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റ് നോക്കുമ്പോൾ അവ പറന്നു പോയിട്ടുണ്ടാവില്ലേ? അവ പോകുന്ന ആ ഏരിയയിലുള്ള ആളുകൾക്ക് അവ ഹാപ്പി നൽകില്ലേ? അതായത് സന്തോഷം ഉണ്ടാക്കില്ലേ? ഇങ്ങനെയൊക്കെ കവി കുറേ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അതോടുകൂടി നമ്മുടെ പോയം അവസാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് പറയുന്നത്. അപ്പം ഇതിലെ ഇപ്പം മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ, കാലം ഒരുപാട് കഴിയുന്തോറും കവിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കവി ഭയങ്കര ക്ഷീണിതനാണ്. പല കാരണത്താൽ കവിക്ക് എന്തുണ്ട്? അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് കവി 19 വർഷങ്ങൾക്ക് മുമ്പ് അരയന്നങ്ങളെ എണ്ണിയിരുന്നു. അന്ന് അദ്ദേഹം വളരെ യങ്ങായിരുന്നു, എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കാണുമ്പോൾ ഈ അരയന്നങ്ങളും ഇതേപോലെ യങ് ആൻഡ് എനർജറ്റിക് ആയിരുന്നു.
പക്ഷേ കാലം ഇത്ര കഴിഞ്ഞപ്പോഴും കവിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ അരയന്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ പിന്നീട് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമേ.